ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ രത്നേശ്വർ മഹാദേവ് മന്ദിർ കാശി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശി അഥവാ വാരാണസി നഗരത്തിലെ മണികർണിക ഘാട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മഹാദേവ ക്ഷേത്രമാണ് രത്നേശ്വർ മഹാദേവ ക്ഷേത്രം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെരിഞ്ഞ ക്ഷേത്രമാണ്. ഇതിന് കാശി കർവട്ടെന്നും പറയാറുണ്ട്. കാശിയിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ രത്നേശ്വർ മഹാദേവ ക്ഷേത്രം പോലെ മറ്റൊരു ക്ഷേത്രം ഇല്ല. ഈ ക്ഷേത്രം മണികർണിക ഘാട്ടിനും സിന്ധ്യ ഘാട്ടിനും ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഭൂരിഭാഗവും നദീജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ ക്ഷേത്രം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. 1860-കളിലെ വ്യത്യസ്ത ഫോട്ടോഗ്രാഫുകളിൽ ഈ ക്ഷേത്രം ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ഇറ്റലിയിലെ പിസ ടവറിൻ്റെ ചെരിഞ്ഞ ഗോപുരത്തെക്കാൾ ചെരിഞ്ഞും ഉയരവുമുള്ള കെട്ടിടമാണിത്. പിസയിലെ ചെരിഞ്ഞ ഗോപുരം ഏകദേശം 4 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു. എന്നാൽ വാരണാസിയിലെ മണികർണിക ഘാട്ടിന് സമീപമുള്ള രത്നേശ്വര ക്ഷേത്രം ഏകദേശം 9 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേത്രത്തിൻ്റെ ഉയരം 74 മീറ്ററാണ്. ഇത് പിസയേക്കാൾ 20 മീറ്റർ കൂടുതലാണ്. ചരിത്ര പ്രസിദ്ധമായ രത്നേശ്വർ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാഗർശിഖർ, ഫാംസൺ മണ്ഡപം എന്നിവ ഉപയോഗിച്ച് ക്ലാസിക്കൽ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തുവിദ്യയെ സംബന്ധിച്ചിടത്തോളം പവലിയൻ പൊതു ഇടങ്ങൾക്കുള്ള തൂണുകളുള്ള ഹാളാണ്. വളരെ അപൂർവമായി യാദൃശ്ചികമായി പുണ്യനദിയായ ഗംഗയുടെ താഴത്തെ നിലയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജലനിരപ്പ് ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്തുമെന്നതാണ് ശ്രദ്ധേയം. ക്ഷേത്രത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലായിരിക്കുമെന്ന് നിർമ്മാതാവിന് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതിനാൽ ഇത് വളരെ ചെറിയ സ്ഥലത്താണ് നിർമ്മിച്ചത്. ഈ ക്ഷേത്രം ഇപ്പോഴും വെള്ളത്തിനടിയിലാണെങ്കിലും അത് സംരക്ഷിക്കപ്പെടുകയും വിലപ്പെട്ടതായി കണക്കാക്കുകയും ചെയ്യുന്നു. രാജ്ഞി മാതാവിൻ്റെയും റാണി അഹല്യഭായ് ഹോൾക്കറുടെയും പരിചാരികയായിരുന്ന രത്നാബായിയാണ് രത്നേശ്വർ മഹാദേവ ക്ഷേത്രം സ്ഥാപിച്ചത്. ദുർബലമായ അടിത്തറ കാരണം ഈ ക്ഷേത്രം കാലക്രമേണ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. അതിൽ തന്നെ സവിശേഷമാണ്. 1-2 മാത്രമല്ല, നിരവധി ശിവലിംഗങ്ങൾ ശ്രീകോവിലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മഹാദേവന്റെ മിനി കോടതിയെന്നും അറിയപ്പെടുന്നു. കാശിയിലെ രത്നേശ്വർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹര ഹര മഹാദേവ്.